ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. മക്കളെ, എത്ര പണം കയ്യിൽ കിട്ടിയാലും നിൽക്കണില്ലേ? അത് വെള്ളം പോലെ ഒലിച്ചു പോവുകയാണോ? പണത്തെ കൈകാര്യം ചെയ്യാനും നമ്മളെ വീട്ടിൽ നിലനിർത്താനും ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു വിരുന്നുകാരൻ നമ്മളെ വീട്ടിൽ വരികയാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താൽ പിന്നെ അവര് രണ്ടാമത് നമ്മളെ വീട്ടിലേക്ക് വരുമോ? എന്ന പോലെ തന്നെയാണ് പണം. മക്കളെ, ദേവിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ദേവി നമ്മളെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകും. പിന്നെ കയറി വരാൻ ഒന്നും മടിക്കും. അതുകൊണ്ട് നിങ്ങളെ പണം കൈകാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അതെന്താന്ന് അമ്മ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ആർക്കും പണം കൈമാറരുത്. പിന്നെ നമ്മളിപ്പോ കടയിൽ പോവുകയാണെങ്കിൽ പത്രം വേണ്ടി വരും, പാല് വേണ്ടി വരും, നമുക്ക് അവശ്യ സാധനങ്ങൾ വേണ്ടി വരും. അതിന് നമ്മൾ കൊടുക്കണം. ചിലവരുണ്ടല്ലോ കടം വന്ന് ചോദിക്കണു. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കൊടുക്കരുത്. പിന്നെ എന്ത് വന്നാലും ആവുന്നതും നമ്മൾ സന്ധ്യക്ക് വിളക്ക് വെച്ചതിന്റെ ശേഷം ആ വിളക്ക് വെക്കേണ്ട സമയം ഉണ്ടല്ലോ, 6 മുതൽ ഒരു 7:30, അവിടുന്ന് അങ്ങോട്ട് 6 മണി മുതൽ നിങ്ങൾ ഒരിക്കലും അത്ര അത്യാപത്തുണ്ടെങ്കിൽ മാത്രമേ പണം എടുത്ത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെയൊക്കെ സമയത്ത് പണം എടുത്ത് കൈകാര്യം ചെയ്താലേ മഹാലക്ഷ്മി പടി ഇറങ്ങി പോകുന്ന മക്കളെ പറയുക. അപ്പൊ നിങ്ങളെ കൽപ്പിച്ചു കുട്ടി ആരെങ്കിലും വന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തെങ്കിലും പറഞ്ഞിട്ടെ പിറ്റേ ദിവസം രാവിലെ കൊടുക്കാം. ദാനമായിട്ട് കൊടുത്താലും നമുക്ക് ഒരു കുഴപ്പമില്ല, പണം ദാനമൊക്കെ കൊടുക്കാട്ടോ. പക്ഷെ ഇങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെയുണ്ട് കേട്ടോ ചില കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പണം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ഇങ്ങനെ ഇടത്തെ കൈ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. ഈ കൈ കൊണ്ട് വാങ്ങിയാലും കൊടുത്താലും നമുക്കും ദാരിദ്ര്യമാണ്, കിട്ടണവനും ദാരിദ്ര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വലത്തെ കൈ തന്നെ എടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പണത്തിന്റെ ഇടപാടുകൾ നമ്മൾ നടത്തുമ്പോൾ വലത്തെ കൈ കൊണ്ട് മാത്രമേ കൊടുക്കാനും വാങ്ങാനും പാടുള്ളൂ. അപ്പൊ ഒരാൾക്ക് നമ്മൾ പണം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക എന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നൂർത്തിയിട്ടാണ് കൊടുക്കണ വെച്ചാൽ നമ്മൾ ആ ഗാന്ധി തലയൊക്കെ നമ്മളെ ഭാഗത്തേക്ക് പിടിച്ചിട്ട്, അപ്പൊ നമ്മൾ മടക്കിയിട്ടാ കൊടുക്കണമെങ്കിലോ മടക്ക് വരണ ഞങ്ങൾ ആ തുറന്ന ഭാഗം, ആ മടക്കിയിട്ടുള്ള ആ മടക്കല്ല, 2 മടക്ക് ഇങ്ങനെ ആക്കിയിട്ടുള്ള ആ മടക്ക് ഭാഗം അപ്പുറത്തേക്ക് നിൽക്കണ ആൾക്ക് ഇങ്ങനെ കുറച്ച് തുറന്ന ഭാഗം ഉണ്ടല്ലോ നോട്ടെ, ആ ഭാഗം നമ്മളെ നേർക്ക് പിടിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കൊടുക്കുമ്പോ എന്താ പ്രാർത്ഥിക്കാന്നറിയോ? നിങ്ങൾ ഈ പണം കൊടുക്കുമ്പോ ഒരാൾക്ക് നന്നാവരുതേ, പണം കൊണ്ട് നശിക്കണം, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങളെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും കൂട്ടി തിരിച്ചു വരണേ എത്രയും പെട്ടെന്ന് എന്നാണ് പണത്തിനോട് നമ്മൾ പറയുക കൊടുക്കുമ്പോൾ. കാരണം പണം നമ്മൾ 500 രൂപ കൊടുത്താൽ നമുക്കത് 50,000 ആയിട്ട് തിരിച്ചു വരും. മനസ്സിലായില്ലേ? അവര് സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് നമ്മൾ അനുഗ്രഹിച്ചിട്ടാണ് പറഞ്ഞയക്കുന്നത് അല്ലേ? അപ്പൊ ലക്ഷ്മി ദേവിയാണ് അത്. അപ്പൊ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പൊ നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ പ്രാവിയിട്ടൊന്നും കൊടുക്കരുത് കേട്ടോ. അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സ് തുറന്നിട്ട് വേണം. കട ആയാലും ദാനായാലും എന്തായാലും കൊടുക്കുമ്പോൾ അങ്ങനെ വേണം. പക്ഷെ ദിവസങ്ങൾ ശ്രദ്ധിക്കുക, സമയങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ കൊടുക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി പടി ഇറങ്ങി പോകുകയല്ല, ഇരട്ടിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ആ പോണത്. കാരണം സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ പാടെ കൂട്ടി വല്ല കല്യാണം വരുമ്പോലെ നമ്മളോടക്ക് പണം ഒഴുകി വരിക. അപ്പൊ ഈ കാര്യം മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. അമ്മ ഈ പറഞ്ഞതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും മറക്കരുത്. ഇനി അടുത്തത് പറഞ്ഞു തരാം. പിന്നെ ചില ആളുകൾ കാട്ടുന്നുണ്ടിട്ടുണ്ടോ, ഇങ്ങനെ വിരല് പിടിക്കും കത്തിരി പോലെ, എന്നിട്ട് ഇവിടെ പൈസ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ തന്നെ അങ്ങോട്ട് തിരിച്ചു വാങ്ങുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? പണത്തെ നമ്മൾ അപമാനിക്കണ പോലെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും നിങ്ങൾ പൈസ കൊണ്ട് കാട്ടരുത് കേട്ടോ. പിന്നെ ചിലവർ ചുരുട്ടിയിട്ട് ബീഡി വെക്കും പോലെ ചെവിയുടെ ഇടയിൽ തിരികെ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? പിന്നെ സ്ത്രീകൾ കാര്യമായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ തിരികെ വെക്കും. അതൊന്നും നമ്മൾ പണത്തിന് ചെയ്യരുത്. പണത്തിന് നമ്മൾ എപ്പോഴും നൂർത്തിയിട്ട് വെക്കണം കേട്ടോ. നൂർത്തി വെക്കുക പറഞ്ഞാൽ അടുക്കി വെക്കണം. ഗാന്ധിയുടെ തല നിങ്ങൾക്ക് അത്രയും പറഞ്ഞുതരാം. ഗാന്ധിയുടെ തല ഒരേപോലെ വരുന്ന തരത്തിൽ വെച്ചാൽ അത് അടുക്കി വെക്കലായി കേട്ടോ. അപ്പൊ നിങ്ങൾ പൈസ വെക്കുമ്പോ പിന്നെ പേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണി കണ്ട മരുന്നിന്റെ ബില്ല്, മിഠായി, ചോക്ലേറ്റിന്റെ കടലാസ്, കറണ്ട് ബില്ല്, ഇങ്ങനെയൊക്കെ നമ്മളെ പേഴ്സിലുണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ ചുരുട്ടി മടക്കിയിട്ട് പൈസ ഉണ്ടാവും. പൈസ ഏതാ, കീറ കടലാസ് ഏതാന്ന് നമുക്ക് തിരിയില്ല അല്ലെ? അപ്പൊ നിങ്ങൾ മക്കളെ മാസത്തിൽ ഒരു പ്രാവശ്യം വേണ്ടാത്ത ബില്ലൊക്കെ നമ്മൾ വേറൊരു പേഴ്സിൽ മടക്കിയിട്ട് നമുക്ക് എടുത്തു വെച്ചോളൂ, സൂക്ഷിച്ചു വെച്ചോളൂ, കളയണം എന്നല്ല. പക്ഷെ നമ്മളെ പണം വെക്കണ പേഴ്സിൽ ഇങ്ങനെ കണ്ണി കണ്ട കടലാസ് കുത്തി തിരികെ വെക്കരുത്. പിന്നെ ഒരു കാര്യം അമ്മ പറയട്ടെ, ഏത് ശമ്പളക്കാരനും ദരിദ്രനായിട്ട് കാണുന്നുണ്ടല്ലേ നമ്മള്? ചിലപ്പോ ഏറ്റവും നല്ല ശമ്പളം വാങ്ങുന്ന ആൾക്ക് മാസം അവസാനം ഒരു ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ കുറവ് ശമ്പളം വാങ്ങണ ഓഫീസിൽ 2 പേരുണ്ടെങ്കിൽ ആ കുറവ് വാങ്ങണ ആളും സന്തോഷമായി ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ? അതിന്റെയൊക്കെ കാരണം എന്താണോ? ശമ്പളം വാങ്ങുമ്പോ നമ്മളെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് ശമ്പളേ കിട്ടണമെന്ന് വെച്ചാൽ നന്ദി പറയുക.
ആ ശമ്പളം തരുന്ന സമയത്ത് മനസ്സുകൊണ്ട് നമ്മൾ നന്ദി പറഞ്ഞ് കണ്ണിലൊന്ന് തൊട്ടിട്ട് തൊഴുകണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെ നമ്മൾ ബഹുമാനത്തോടു കൂടി പണത്തിനെ നമ്മൾ മേടിച്ചു വെക്കണം. മേടിച്ചു വെച്ച് നമ്മൾ സ്ത്രീകൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. നമ്മളെ ശമ്പളം നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഒന്ന് വെക്കുക. ഒന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചതിന്റെ ശേഷം നമ്മൾ പേഴ്സിലേക്ക് വെക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമുക്ക് 1000 രൂപ ശമ്പളം വെച്ചാലും 10-1 നമ്മൾ എന്ത് ചെയ്യണം, സ്വരുക്കൂട്ടി വെക്കണം മക്കളെ. ഒരു ഹുണ്ടിക ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഐശ്വര്യ പാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒന്നുമില്ല മാസം ഒരു 10 രൂപയെങ്കിലും നിങ്ങൾ അതിൽ കൂട്ടി വെക്കണം. അത് ചെറിയ തുകയെ കൊണ്ട് നമ്മളെടുത്ത് ചെലവാക്കാൻ മടിക്കൂല്ലേ, അത് ഒന്നിച്ച് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോഴോ അത് വലിയൊരു തുകയാകും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സമ്പാദ്യം. 10-1 സമ്പാദിക്കണം എന്നാ നമ്മൾ പറയണത് അല്ലേ. പിന്നെ നമ്മൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവരോ ബുദ്ധിമുട്ടുള്ളവരോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊന്നൊരു 10 രൂപയെങ്കിലും എടുത്ത് ദാനം ചെയ്യണം കേട്ടോ. നമ്മൾ കൊടുക്കുന്തോറും കിട്ടുന്ന സാധനം എന്താ? പണാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണത്തിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു, പണം അതേപോലെ തിരിച്ച് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പൊ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്തു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മാറ്റം കണ്ടറിയാൻ പറ്റൂ കേട്ടോ. അപ്പൊ വലിയൊരു മാറ്റം തന്നെ കണ്ടറിയും. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും വിശ്വാസമായി, അങ്ങനെ വിശ്വാസമായി തോന്നണവര് ധനലക്ഷ്മി എന്ന് എനിക്ക് കമന്റ് ചെയ്യണം. എങ്കിലും എനിക്ക് മനസ്സിലാവും എന്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണ കാര്യം ഇഷ്ടമാണ്. അമ്മ പറഞ്ഞത് ബഹുമാനത്തോടു കൂടി എല്ലാവരും സ്വീകരിച്ചു. പുച്ഛവും പരിഹാസമൊന്നും എന്റെ കുട്ടികൾക്ക് ഇല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താ കമന്റ് ചെയ്യേണ്ട? ധനലക്ഷ്മി. അപ്പൊ നമ്മളെ പണത്തിന്റെ പേരാണ് കേട്ടോ ധനലക്ഷ്മിന്ന്. അപ്പൊ അങ്ങനെ എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അമ്മ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പണത്തിന് ഒരു കാലത്തും ഉണ്ടാവരുത്. അതാണ് അമ്മയുടെ പ്രാർത്ഥന. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമ്മയ്ക്ക് കുറെ സബ്സ്ക്രൈബർ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ഒക്കെ അമ്മ ദിനം പ്രതി കേൾക്കാണ്. അമ്മ മനസ്സിരുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ. ഒരുപാട് കുട്ടികൾ അമ്മോട് പ്രാർത്ഥിക്കാൻ പറയണ്ടേ. തീർച്ചയായിട്ടും അമ്മ സന്ധ്യ നേരത്താണെങ്കിലും വേണ്ടില്ല, നാരായണീയം ചെയ്യുന്ന നേരത്താണെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ശേഷമാണ് അമ്മ ചൊല്ലാൻ തുടങ്ങുന്നത്. ചൊല്ലിക്കഴിഞ്ഞാലും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നാമങ്ങൾ ചെല്ലണേന്റെ ഇടയിലൊക്കെ മക്കൾക്ക് വേണ്ടി അമ്മ ഭഗവാനെ എന്റെ കുട്ടികളെ രക്ഷിക്കണേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊരു നുണ പറയല്ല, അമ്മ സത്യസന്ധമായിട്ട് പറയണം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടായത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.